നമ്മുടെ കുട്ടികൾ കോളേജിൽ പോകുന്നത് നിസ്കരിക്കാനുള്ള അവകാശത്തിനാണോ അതോ പഠിക്കാനുള്ള അവകാശത്തിനാണോ? ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു ചോദ്യം നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് നിസ്കരിക്കാനുള്ള അവകാശം നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിന് മുമ്പേ വിദ്യാർത്ഥി നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ ഉപരോധം നടന്നത്. അതിന് തൊട്ട് മുമ്പാണ് അവിടെയുള്ള പെൺകുട്ടികൾക്കുള്ള റെസ്റ്റ് ഹോമിൽ ആ പെൺകുട്ടികൾ നിസ്കരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട മാനേജ്മെൻറ്റ് പറഞ്ഞത്, ഇവിടെ നിസ്കരിക്കാൻ പാടില്ല, നിങ്ങൾക്ക് നിസ്കരിക്കണമെങ്കിൽ തൊട്ട് പുറത്ത് അവിടെ മോസ്കുകളുണ്ട്, നിങ്ങൾക്ക് നിസ്കരിക്കാം എന്നാണ് പറഞ്ഞത്. കോളേജിൽ ഇത്തരം ഒരു ആവശ്യത്തെ അംഗീകരിച്ച് കൊടുത്താൽ നാളെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇവിടെ പൂജിക്കാനുള്ള അവകാശം തരണം എന്ന് പറഞ്ഞാൽ ഓരോ മതക്കാരും ഇതുപോലെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അത് വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് നിൽക്കുമോ? വിവിധ മതക്കാരുടെ ആരാധനാലയങ്ങളായി മാറിയില്ലേ? മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലം അറിയാം, ഇവിടെ മുസ്ലിം സമുദായങ്ങൾ കൂടുതലുള്ള ഒരു ഏരിയയാണ്. അവിടെ മുട്ടന് മോസ്കുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പോയി പ്രാർത്ഥിക്കുന്നതിന് പകരം ഇതിന് അകത്ത് തന്നെ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധ ബുദ്ധി ഒരുതരം മൗലികവാദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മതേതര സമൂഹം ഇതിനെ വെറുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ നിർമ്മല കോളേജ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ്. അതിൻ്റെ ശമ്പളവും മറ്റും കൊടുക്കുന്നത് സർക്കാരാണ്. അപ്പം അങ്ങനെ ഒരു മതേതര സ്ഥാപനത്തിൽ പലവിധ വിഭാഗങ്ങളിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരിടത്തേക്ക് താങ്കൾക്ക് മാത്രം പ്രത്യേക അവകാശം വേണമെന്ന് സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഉപരോധത്തെ ഇത്തരം മതമൗലികവാദത്തിന് ചൂട്ടുപിടിക്കുന്ന ഈ സംഘടന അതിൻ്റെ മതേതരത്വ മുഖമൊക്കെ ഇവിടെ വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സർക്കാർ എത്രയോ കാലങ്ങളായിട്ട് നടത്തിയിരിക്കുന്നതാണ് വെള്ളിയാഴ്ചയിൽ പള്ളിയിൽ നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് 12:30 മുതൽ 2:30 വരെ സമയം കൊടുത്തിട്ടുണ്ട്. വേണ്ട സമയം കൊണ്ടായിട്ടും വെറുതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം. മുസ്ലിം സംഘടനകൾ ഒരു മതേതര പൊതുസമൂഹത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറാവാതെ ഒരു മതപരമായിട്ടുള്ള നിയമത്തിൽ കൂടി തങ്ങൾ പോകും എന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹത്തെ മാത്രമാണ് മതേതര ഭരണഘടനയെ തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. ഇവിടെ ഇതിനൊന്നും ഇടപെടാനായിട്ടൊരു മാധ്യമങ്ങളും തയ്യാറാവില്ല എന്നുള്ളതാണ്. ഇത്തരം ഒരു സംഭവങ്ങളിൽ ഒരു മതേതര പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനോ മതേതരപരമായിട്ടുള്ള ഒരു ആശയ സംവാദത്തിലേക്ക് വേദി ഒരുക്കാനോ നമ്മളുടെ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. ഇത്തരം സംഘടനകളെ അത് ഏത് സംഘടനയാണെങ്കിലും തന്നെ വച്ച് പൊറിപ്പിക്കേണ്ട കാര്യമില്ല, അത് അനുവദിക്കേണ്ട കാര്യമില്ല. ഇത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ മാനേജിൻ്റെ പ്രശ്നമല്ല, ഇത് മതേതര സമൂഹത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.